ശബരിമല ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊടിയേറുന്ന കൊടിക്കൂറയും കയറും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കൊല്ലം ശക്തികുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയാണ് പുല്ലുകുളങ്ങരയിലെത്തിയത്. ശബരിമല ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊടിയേറുന്ന കൊടിക്കൂറയും കയറും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കൊല്ലം ശക്തികുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വൈകിട്ട് 7 മണിക്ക് പുല്ലുകുളങ്ങരയിലെത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് പുറപ്പെട്ടു. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ തൃക്കൊടിയേറാനുള്ള കൊടിക്കൂറയും കയറുമാണ് പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങൾ കയറി ഇന്ന് ഈ കൊടിക്കൂറയും കയറും ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ സൂക്ഷിക്കുകയാണ്. ഇതിനുശേഷം നാളെ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഈ ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ സമാപിക്കുകയും ആറന്മുള ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം അടുത്ത ദിവസം പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതാണ്. തൊട്ടടുത്ത ദിവസമാണ് ശബരിമല കൊടിയേറ്റ്. തീർച്ചയായും ഭഗവാൻ ശ്രീധർമ്മശാസ്താവിന് തൃക്കൊടിയേറാനുള്ള കൊടിക്കൂറയും കയറും ഈ പരിപാവനമായി ഈ പുണ്യമണ്ണിൽ എത്തിച്ചേർന്നത് പുല്ലുകുളങ്ങര ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, ഈ ക്ഷേത്രത്തിൻ്റെ 12 കരകളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ ഭക്തജനങ്ങളെ ആകമാനം സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷപ്രദവും പുണ്യപ്രദായവുമാണ്. തീർച്ചയായും ധർമ്മശാസ്താവിൻ്റെ ഒരു അംശം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ ആത്മീയ ചൈതന്യം വർദ്ധിക്കുന്നതിന് ഇന്നത്തെ ഈ കൊടിക്കൂറയും കയറും ഇവിടെ എത്തിയത് വളരെയധികം കൃതാർത്ഥതയുണ്ടാകുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് കണ്ടു തൊഴാനുള്ള അനുഗ്രഹമുണ്ടായി. ശബരിമലയിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് പോലും ഈ കൊടിക്കൂറ കണ്ട് തൊഴാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നാളെ രാവിലെ വരെ ഈ കൊടിക്കൂറ ഈ ക്ഷേത്രത്തിലുണ്ടാകും. ആറന്മുള ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ചൊവ്വാഴ്ച പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കൊടിക്കൂറയും കയറും എത്തിക്കും. ബുധനാഴ്ചയാണ് ശബരിമല കൊടിയേറ്റ് നടക്കുന്നത്. പുല്ലുകുളങ്ങര ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമായ ഒരു ദിവസമാണ് ഇന്ന്. ശബരിമലയിൽ പോയി ദർശനം നടത്തുന്നതിനോ അല്ലെങ്കിൽ കൊടിയേറി കിടക്കുന്നതോ കാണാൻ കഴിയാത്ത ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ ആ തൃക്കൊടി കാണാനുള്ള അവസരമാണ് സംജാതമായിരിക്കുന്നത്. കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കൊടിക്കൂറ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇത് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ വർഷമാണ് അവർ ഇവിടെ സ്റ്റേ ചെയ്യുകയും എന്നിട്ട് നാളെ രാവിലെ മാത്രമേ പോവുകയുള്ളൂ. എല്ലാവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. വരും വർഷങ്ങളിലും തീർച്ചയായും ഇത് ഇങ്ങനെ തുടരുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഇത് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സുവർണ്ണ അവസരമായിട്ട് ഞങ്ങളിത് കാണുന്നു. എല്ലാവരെയും ശ്രീധർമ്മശാസ്ത്ര അനുഗ്രഹിക്കട്ടെ. സ്വാമി ശരണമായി. പുല്ലുകുളങ്ങരയിലെ സ്വീകരണ ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമണം, ട്രഷറർ കെ ജയചന്ദ്രൻപിള്ള, വൈസ് പ്രസിഡന്റ് കെ ബാബു, ദേവസ്വം മെമ്പർമാരായ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ, മനോജ് പട്ടോളി, എസ് ഗോപകുമാർ, തുണ്ടത്തിൽ ശ്രീഹരി, പത്മജൻ തമ്പി, ഹരി അരുണോദയം, കെ രാജൻപിള്ള, മാനേജർ എം ശിവശങ്കരപിള്ള, മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി, രാംകുമാർ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.